ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേർണി. ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു ജീവിതം ഒരു പുതിയ പരിവർത്തനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്, ഒരു പുതിയ മോഡിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതെന്താണ് എന്ന് നമുക്ക് ഈ റീഡിങ്ങിലൂടെ നോക്കാം. ഇവിടെ ഇപ്പോഴത്തെ സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം, നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ, കുടുംബത്തിലെ ആവശ്യങ്ങൾ, അതെല്ലാം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. കരിയർ റിലേറ്റഡ് ആയിട്ട് ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് കിട്ടുന്നില്ലായിരിക്കാം. ശമ്പളം ചിലപ്പോൾ കുറച്ച് ശമ്പളമായിരിക്കാം നിങ്ങൾക്ക് ലഭിക്കുന്നത്, അത് ഉയരുന്നില്ല. ബിസിനസ്സിലാണെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല, കുടുംബത്തിലാണെങ്കിൽ ചിലവ് കൂടുന്നു. അപ്പോൾ എല്ലാത്തിനും കൂടെ പൈസ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോഴത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത് ടെൻഷൻ കൂടുന്ന സമയമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതിയിൽ ചിലവ് കൂടുന്നത് കാരണം ടെൻഷൻ നിങ്ങൾക്ക് കൂടുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു, ഞാൻ ഈ ഒരു ജോലി ചേഞ്ച് ചെയ്താൽ എന്താ, കുറച്ചും കൂടെ ശമ്പളമുള്ള ജോലി നോക്കിയാലോ, അങ്ങനെയെങ്കിലും എൻ്റെ ചിലവ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ഇവിടെ ജോബിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പരിവർത്തനത്തിൻ്റെ ഭാവമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. ഈ ഒരു ദേഷ്യം ചിലപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് മറ്റുള്ളവരോടായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ കുറച്ചൊന്ന് ശാന്തമാകാൻ ശ്രമിക്കുക, റിലാക്സ് ആവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ദേഷ്യം നിങ്ങൾ ഒരിക്കലും മറ്റൊരു വ്യക്തിയോട് കാണിക്കരുത്. ഇവിടെ ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഈ ഒരു വർഷം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പരിവർത്തനത്തിലേക്ക് പോകും. അതായത് മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നേരെയാകും, അതിലൊക്കെ ഒരു ചേഞ്ചസ് വരുമെന്ന്. അത് പതുക്കെ പതുക്കെ ആയിരിക്കും ചേഞ്ചസ് വരുന്നത്. ഒരു പുതിയ തുടക്കത്തിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു ജോലി ചേഞ്ച് ചെയ്യട്ടെ, വേറൊരു ജോലി തിരഞ്ഞെടുക്കട്ടെ, പുതിയൊരു സ്റ്റാർട്ട് ഉണ്ടാവട്ടെ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. ഇവിടെ 100 പ്രാവശ്യം നിങ്ങളുടെ ഉള്ളിൽ ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾ റിലാക്സ് ആയിട്ട് ശാന്തമായിട്ടിരിക്കുക. ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ കാര്യം പേഷ്യൻസ് ആണ്. നിങ്ങൾ ശാന്തമാകുമ്പോൾ നിങ്ങളുടെ ഈ ഒരു കൺഫ്യൂഷൻ മാറുന്നതാണ്. അതായത് നിങ്ങൾ ഒരു ജോലി ചെയ്തു, അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, മറ്റൊരു ജോലിയിലേക്ക് പോകുന്നു. ഒരു ബിസിനസ് ചെയ്യുന്നു, അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അത് കാരണം മറ്റൊരു ബിസിനസ്സിലേക്ക് പോകുന്നു. അങ്ങനെ നിങ്ങളിപ്പോൾ ചെയ്യുകയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, ഇപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചേഞ്ച് ചെയ്ത് വേറെ ഒന്നിലേക്ക് പോകാമെന്നാണ്. ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത വരികയാണെങ്കിൽ കുറച്ച് ഒന്ന് നിങ്ങൾ നിൽക്കുക. ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പോകണ്ട. ഒരു 20 ദിവസം നിങ്ങൾ ഒരു തീരുമാനം എടുക്കാതെ എന്താണോ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ജോലി അത് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോവുക. ഇവിടെ നിങ്ങൾ കുറച്ചൊന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പരിവർത്തനങ്ങളാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ കണ്ണാൽ തന്നെ കാണും. കാരണം നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ജോബിൽ ഉറപ്പായിട്ടും ഒരു പരിവർത്തനം ഉണ്ടാവുന്നതാണ്. ഇവിടെ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിലൊരു ഗ്രോത്ത്, അതിലൊരു സക്സസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കുന്നതാണ്. ഇവിടെ എന്തായാലും 15-20 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണാൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇനി എനിക്ക് ഒന്നും തന്നെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. ഇവിടെ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് സ്ട്രഗിളിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ചൊന്ന് ഇവർ ഒന്ന് നിന്നാൽ, അതായത് റിലാക്സ് ആയാൽ ഈ ഒരു സ്ട്രഗിളെല്ലാം ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിൽ അത് ഉറപ്പായിട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ ടെൻഷൻ അടുപ്പിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും നമുക്ക് പൊരുതി മുന്നേറിയേ പറ്റത്തുള്ളൂ. കാരണം ഇങ്ങനെ ഒരു ടെൻഷൻ അടുപ്പിക്കുന്ന സമയം വരുമ്പോൾ നമ്മൾ ഒരിക്കലും എടുക്കുന്ന തീരുമാനം ചിലപ്പോൾ തെറ്റായ തീരുമാനമായിരിക്കും. അതൊരിക്കലും നമ്മൾ എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ഒരു സമയം എങ്ങനെയെങ്കിലും തള്ളി നീക്കുക. അല്ലാതെ ജോലി മാറ്റാനോ ബിസിനസ് മാറ്റാനോ ഒന്നിനും പോകരുത് നിങ്ങൾ. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോയിൽ പോവുക. ദേഷ്യം ഒന്നും വേണ്ട, ആവശ്യമില്ലാതെ ആരോടും. ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പരിവർത്തനം കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന എന്ത് സ്ഥിതി ആയിക്കൊള്ളട്ടെ, ഈ ഒരു സ്ഥിതി 10-20 ദിവസത്തിനുള്ളിൽ നേരെയാകുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ മനസ്സിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ കുറച്ചൊന്ന് നിൽക്കുക. അതല്ലാതെ വേറെ ഒരു തീരുമാനവും എടുക്കാൻ പോകരുത് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് ദൈവം ഉറപ്പായിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി അങ്ങോട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന്.
ഇവിടെ ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ട് നടക്കുന്നു നിങ്ങളുടെ മനസ്സിൽ. അതൊന്ന് കുറയ്ക്കുക. നിങ്ങൾ എന്താണോ നിങ്ങളുടെ സാഹചര്യം അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങൾ ഒരിക്കലും അസഫലത സ്വീകരിക്കേണ്ടി വരത്തില്ല, സഫലതയായിരിക്കും സ്വീകരിക്കേണ്ടി വരുന്നത്. ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതികൾ നിങ്ങളെ സ്റ്റക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്, എനിക്കത് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഭാവിയിൽ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉറപ്പായിട്ടും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് ആൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ഥിതികൾ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഗോ വിത്ത് ഫ്ലോയിൽ പോവുക. യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവം അവരെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട് സപ്പോർട്ടിനായിട്ട്. ഇവിടെ സമയം നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ഒരിക്കലും കൺഫ്യൂഷൻ ആകരുത്. ഇവിടെ പുറമേ നിങ്ങൾ ശാന്തരായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നൂറുകണക്കിനുള്ള വിചാരങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണോ ശരി, ഇതാണോ ശരി, അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുറച്ചൊന്ന് റിലാക്സ് ആവാനായിട്ട്. നിങ്ങൾ മാക്സിമം നിങ്ങളെ പോസിറ്റീവ് എനർജിയിൽ വയ്ക്കാൻ ശ്രമിക്കും, പക്ഷേ പെട്ടെന്ന് നിങ്ങളുടെ ചിന്തയിൽ ഏതെങ്കിലും നെഗറ്റിവിറ്റി വന്ന് നിങ്ങളുടെ ആ ഉള്ള പോസിറ്റിവിറ്റിയും കൂടെ ഇല്ലാതാക്കുന്നു. അപ്പോൾ ആവശ്യമില്ലാതെ ഇങ്ങനെ ചിന്തിക്കുന്നത് നിർത്തൂ, നിങ്ങൾ റിലാക്സ് ആവുക. ഇവിടെ ഇങ്ങനെയുള്ള സമയത്ത് വാട്ടർ അഫർമേഷൻസ് നിങ്ങൾ പറയുക, അതായത് വെള്ളത്തിനോട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പറയുക, എന്നിട്ട് ആ വെള്ളം കുടിക്കുക. എന്നിട്ട് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്, എൻ്റെ ആഗ്രഹം നടന്നതിന് എന്ന് പറയുക. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കൂ, സക്സസ് ആവും. മുന്നേ നിങ്ങൾക്ക് ഒത്തിരി പരാജയങ്ങൾ ലഭിച്ചിട്ടുണ്ട്, പക്ഷേ ഇനി അങ്ങോട്ട് വിജയങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും ഒരു സ്ഥിതി മറ്റൊരു സ്ഥിതിയുമായിട്ട് കണക്റ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ തന്നെ ഒരു സ്ഥിതിയെ മറ്റൊരു സ്ഥിതിയുമായിട്ട് കണക്റ്റാക്കി ചിന്തിക്കുന്നു. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു നിങ്ങൾ. എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുമോ, എനിക്ക് മുന്നേ എൻ്റെ ജോലി പോയതുപോലെ ഇപ്രാവശ്യം എൻ്റെ ജോലി പോകുമോ, ഇനി ഞാൻ ഈ നല്ലൊരു ജോലി കളഞ്ഞിട്ട് പുതിയ ജോലിയിട്ട് പോകുമ്പോൾ അവിടെ എനിക്ക് ഇതിലും മോശം അനുഭവമാണോ ഉണ്ടാകുമ്പോൾ, അങ്ങനെയൊക്കെ ഒരു സ്ഥിതിയെ മറ്റൊരു സ്ഥിതിയുമായിട്ട് കണക്റ്റ് ആക്കുന്നു നിങ്ങൾ. ഇവിടെ നിങ്ങൾ കുറേ നെഗറ്റീവ് തോട്ട്സിനെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് നിർത്തുക. നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം ഒരിക്കലും കാലിയായി പോകത്തില്ല. നിങ്ങൾക്ക് ഭയങ്കര വിഷമമായിരിക്കും, നിങ്ങളുടെ ജോബ് നഷ്ടപ്പെട്ടു പോകുമോ, അങ്ങനെയൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു വർക്ക് ഒരിക്കലും ഇല്ലാതാവത്തില്ല. നിങ്ങൾ എന്തുമാത്രം കഠിനാധ്വാനം ആ ഒരു വർക്കിന് വേണ്ടി ചെയ്യുന്നുണ്ടോ അതിൻ്റെ എല്ലാം ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തെ ഒരിക്കലും വേസ്റ്റാക്കി കളയത്തില്ല. ഇപ്പോഴത്തെ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഭ്രമവും അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നി നിങ്ങൾ തന്നെ ഒരു ഇത് ക്രിയേറ്റ് ആക്കി വച്ചിട്ടുണ്ട്. ആ ഒരു ഇതിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. അതിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ നിങ്ങൾ യഥാർത്ഥ ആ ഒരു ലോകം അറിയുകയുള്ളൂ. ഇവിടെ ജസ്റ്റിസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും, നിങ്ങളുടെ ആ ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള. ഇനി നിങ്ങൾ ആവശ്യമില്ലാതെ വിഷമിക്കരുത്. ഇനി ഒന്നും നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല. അങ്ങനെ തന്നെ ഉറച്ച് വിശ്വസിച്ചോളൂ. നിങ്ങൾ ഇവിടെ വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നാൾ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് നിങ്ങൾ പോകുന്നത്. പക്ഷേ ഇനി നിങ്ങൾക്ക് പേടി എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ നല്ല ഒരു പരിവർത്തനം ഉണ്ടായതിനു ശേഷം വീണ്ടും എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടമാകുമോ എന്നാണ്. അങ്ങനെ ഒരു പേടിയും നിങ്ങൾക്കിനി വേണ്ട. ഒന്നും തന്നെ നിങ്ങൾക്ക് നഷ്ടമാവത്തില്ല. കാരണം നിങ്ങൾ നല്ല കർമ്മങ്ങൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നമ്പർ 777 നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ എൻട്രി ആവാൻ പോവുകയാണ് എന്നതാണ്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉറപ്പായിട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ ദൈവം എന്തോ വലിയ കാര്യം നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കണം. അങ്ങനെ ഒരു കാര്യം തരുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സന്തോഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ചിന്ത ഏത് രീതിയിലുള്ള സാഹചര്യമാണോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൻ്റെ പിറകെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു ചിന്ത. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അത് റിലേറ്റഡ് ആയിട്ട് ഒരു നികത്തൽ, അതായത് ഒരു കുറവ് എന്തോ നിങ്ങൾക്ക് ഉണ്ട്. അതിൽ ഒരു നികത്തൽ ഉറപ്പായിട്ടും യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ ഒരു വ്യക്തി നിങ്ങൾ നല്ല രീതിയിൽ ചതിച്ചതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഫലം നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ സ്വന്തമാക്കി. ഇവിടെ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദൈവത്തിന് നന്ദി പറയുക. എന്താണോ നിങ്ങളുടേത് അത് നിങ്ങളുടേതായിട്ട് തന്നെ അവിടെ ഉണ്ടാകണം, നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് ദൈവത്തിനോട് നന്ദി പറയുക.
ഇവിടെ ആരാണോ നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും സ്വന്തമാക്കാൻ ശ്രമിച്ചത് അവർക്ക് സഡനായിട്ടായിരിക്കും അവരുടെ ലൈഫിൽ ഒരു മോശം അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതായത് അവർ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നവരാണ് എങ്കിൽ പെട്ടെന്ന് സഡനായിട്ട് അവർ വീക്ക് പോയിന്റിൽ എന്താണോ അവർക്ക് ഉള്ളത് അതിൽ ഒരു കുറവ് ഉണ്ടാവുകയും അവർ ഭയങ്കരമായിട്ട് മോശം അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ആ വ്യക്തിക്ക് സ്വയം തോന്നും എന്നിൽ നിന്ന് എന്തോ നഷ്ടമായി പോവുകയാണ് എന്ന്. അങ്ങനൊരു തോന്നൽ ആ വ്യക്തിക്ക് ഉണ്ടാകും, അതായത് നിങ്ങളെ ചതിച്ച ആ ഒരു വ്യക്തിക്ക്. ഇവിടെ ഈ ഒരു സമയം നിങ്ങളുടെ ജോലി റിലേറ്റഡ് ആയിട്ട് നിങ്ങളെ പാഷനേറ്റ് ആക്കുകയാണ്. വർക്ക് ലോഡ് എത്ര ഉണ്ടായാലും നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾ കഠിനാധ്വാനിയായി മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് എന്ത് വർക്ക് വന്നോട്ടെ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അതൊക്കെ ചെയ്ത് തീർക്കും, എനിക്കെൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തണം, അങ്ങനെ ഒരു മൈൻഡ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. അങ്ങനെ ഈ ഒരു സമയം നിങ്ങളിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില നല്ല ഈവൻറ്റ്സ് സഡനായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില നല്ല പരിവർത്തനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. ഇവിടെ സഡനായിട്ട് എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് ലഭിക്കുകയും ആ ഒരു സന്തോഷ വാർത്ത കേട്ടിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് നിങ്ങൾ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫോക്കസ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ കേൾക്കുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ 100-ൽ ഒരു 80% നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻറ്റ്യൂഷനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സൈന് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഫോട്ടോ കാണിച്ചിട്ടോ അങ്ങനെ നമ്പർ കാണിച്ചിട്ടോ എന്തെങ്കിലും ഒരു സൈൻ തരും. പക്ഷെ നിങ്ങളുടെ ശ്രദ്ധ അതിലോട്ട് പോകുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷനിൽ വളരെ കുറച്ച് മാത്രമാണ് ബിലീവ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വയ്യ. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധ കൊടുക്കുന്നില്ല. ഇത് ശരിയാണ്, ഇത് ഞാൻ ശ്രദ്ധിക്കണം എന്നുള്ള ശ്രദ്ധ കൊടുക്കുന്നില്ല. ഇവിടെ റെഡ് ഓർ ബ്ലൂ ഈ 2 കളർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അടിക്കടി, എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു പരിവർത്തനം ഉണ്ടാവാൻ പോവുകയാണ് എന്നാണ് അർത്ഥം. ഇവിടെ ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫ് വെച്ച് കളിച്ചു. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് എടുത്തു. അവർ പല കാര്യങ്ങളും സ്വന്തമാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. നിങ്ങളിൽ നിന്ന് മാക്സിമം നിങ്ങളെ തകർത്തതിന് ശേഷം പിന്നെ അവർ വിചാരിച്ചു ഇനി നിങ്ങളുടെ ലൈഫ് ഒന്നിനും കൊള്ളത്തില്ല, അത്രമാത്രം അവർ തകർത്ത് കളഞ്ഞു എന്നുള്ള രീതിയിൽ ആശ്വസിച്ചു അവർ. പക്ഷേ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം ഈശ്വരൻ കണ്ടു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു പ്ലാനിങ്ങും നടക്കാതെ പോയത്. ഇവിടെ ഈ ഒരു ജന്മത്തിൽ മാത്രമല്ല പാസ്റ്റ് ലൈഫിലും നിങ്ങൾ എന്തോ നല്ല കർമ്മം ചെയ്തു. അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചത്. നിങ്ങൾ എപ്പോഴും വിചാരിക്കാറുണ്ടായിരുന്നു ഞാൻ നേരായ മാർഗത്തിൽ കൂടെ പോയിട്ട് എൻ്റെ കൂടെ മാത്രം എന്താ മോശം നടക്കുന്നത് എന്ന്. പക്ഷേ ഇനി അതിൻ്റെ ആ ഒരു ഫലവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും നല്ല കർമ്മം നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ആ ഒരു ഫലവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില വിശേഷമായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇത്രയും നല്ല രീതിയിൽ ഉള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ആ ഒരു കുറവുകളെല്ലാം നിങ്ങളുടെ ആ ഒരു വിഷമങ്ങളെല്ലാം മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ആൾക്കാർ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ദൈവം നിങ്ങളെ ആ ഒരു തടസ്സങ്ങളിൽ നിന്നെല്ലാം മുക്തരാക്കി. വ്യക്തികൾ ഒട്ടും തന്നെ ആഗ്രഹിച്ചില്ല നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ സുഖസൗകര്യങ്ങളും പൈസയും ഒന്നും സന്തോഷവും ഒന്നും ഉണ്ടാകണമെന്ന്. അതിനെ തകർക്കാൻ വേണ്ടിയാണ് ഈ വ്യക്തികൾ ഓരോ തടസ്സങ്ങൾ നിങ്ങളുടെ വഴിയിൽ സൃഷ്ടിച്ചത്. ഇവിടെ വ്യക്തികൾ ആഗ്രഹിച്ചിട്ട് പോലും അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കാരണം യൂണിവേഴ്സിൻ്റെ ആ ഒരു ശക്തി നിങ്ങൾക്ക് നേരെ പ്രവർത്തിച്ചതാണ് ഇവിടെ അവർക്കെല്ലാം അടിയായി മാറിയത്. കാരണം അവർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഫേവറായിട്ട് പ്രവർത്തിച്ചു. ഇവിടെ നിങ്ങളുടെ കൂടെ ന്യായം ഉറപ്പായിട്ടും ഉണ്ടാകുന്നു. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ന്യായം ലഭിക്കണമെന്നാണ്. ഇവിടെ നിങ്ങളെപ്പോഴും മറ്റുള്ളവരുടെ കുറിച്ച് ചിന്തിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തു. പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ച് പല കാര്യങ്ങളും ചെയ്തു. പക്ഷെ നിങ്ങളുടെ കാര്യം എത്തുമ്പോൾ ഒന്നും തന്നെ കിട്ടുന്നില്ല നിങ്ങൾക്ക്. അപ്പോൾ ഇതെല്ലാം ഈശ്വരൻ കണ്ടു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ന്യായം ലഭിച്ചത്. ഇവിടെ സമയം എത്ര തന്നെ മോശമായാലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കർമ്മ നല്ലതായിട്ട് വയ്ക്കുകയാണ് എങ്കിൽ ഈശ്വരൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും.
ആൾക്കാർ കൂടുതലായിട്ടും ചിന്തിക്കുന്നത് നിങ്ങളെ എങ്ങനെയെങ്കിലും അസഹനീയമാക്കി മാറ്റണം, നിങ്ങളെ ഒരു അസഹായരാക്കി മാറ്റണം. ആരും സഹായമില്ലാതെ ഒരു വ്യക്തി എങ്ങനെ ജീവിക്കും, അങ്ങനെ ആക്കി മാറ്റണമെന്നാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. ഇപ്പോൾ സഡനായിട്ട് ഒരു വ്യക്തി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾ ആദ്യം നോക്കും അതാരാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത്, അവരെ എങ്ങനെ തടസ്സപ്പെടുത്താം, ഇങ്ങനെയൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു എനർജി എങ്ങനെയെന്ന് വച്ചാൽ ശത്രുക്കളെ പോലും നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങളുടേത്. ഇവിടെ ചുമ്മാ ഇരുന്നാൽ പോലും നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആരുമായിട്ട് ഒരു കണക്ഷനും വയ്ക്കുന്നില്ല, എന്നാലും നിങ്ങൾക്ക് ശത്രുക്കളുടെ എണ്ണം നോക്കുമ്പോൾ കൂടുതലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ശത്രുക്കൾ എപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ നല്ലത് സംഭവിക്കുന്നു എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് ആരോടും ഒരു ശത്രുതയും ഒരു മിത്രതയും ഒന്നും തന്നെയില്ല, പക്ഷെ എന്നിട്ടും അവർക്ക് നിങ്ങളോട് ശത്രുതാ മനോഭാവമാണ്. ഇവിടെ ഏത് വ്യക്തിയായാലും നിങ്ങളോട് തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈശ്വരൻ നിങ്ങളെ എന്തെങ്കിലും ഒരു സന്തോഷം തന്നിട്ട് ആ ഒരു വിഷമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ശ്രമിക്കും. എപ്പോഴും അങ്ങനെയാണ്. ഒരു വ്യക്തി നിങ്ങളെ മനഃപൂർവ്വമായിട്ട് ദുഃഖിപ്പിക്കാൻ ശ്രമിക്കും, അപ്പോൾ ഈശ്വരൻ എന്തെങ്കിലും ഒരു സന്തോഷം നിങ്ങൾക്കപ്പോൾ തരും. ഈ വ്യക്തികൾ ഇങ്ങനെയാണ്. ആദ്യം നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സ്വന്തമാക്കും, എന്നിട്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കും. ഇനി നീ എന്ത് ചെയ്യും, ഞാനിതെല്ലാം സ്വന്തമാക്കി, ഇനി നീ എന്ത് ചെയ്യും, അങ്ങനെ ചിരിക്കും. പക്ഷേ ദൈവം അപ്പോൾ ഇതെല്ലാം കാണുന്നുണ്ട്. ദൈവം എന്തെങ്കിലും പിടിവള്ളി അപ്പോൾ നിങ്ങൾക്ക് ഇട്ട് തരും. ഇവിടെ ഈ വ്യക്തികൾക്ക് ഇങ്ങനെയുള്ള ഒരു ആൻസറായിരിക്കും ദൈവം കൊടുക്കുന്നത്. ഇനി നിങ്ങളെ ദ്രോഹിച്ചാൽ, അതായത് ഈ വ്യക്തി ചിന്തിക്കും ഇനി നിങ്ങളുടെ കൂടെ ഒരു തെറ്റും ചെയ്യാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കും. ആ രീതിയിലുള്ള ആൻസറായിരിക്കും ദൈവം ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ ഏതൊരു വ്യക്തി നിങ്ങൾക്കെതിരെ പ്ലാനിങ്ങും എല്ലാം ചെയ്ത് പ്ലേ ചെയ്തു, പക്ഷെ ഇനി ആ ഒരു കളി അവസാനിപ്പിക്കാൻ പോകുന്ന യൂണിവേഴ്സാണ്. അതായത് ഇനി ഒരാളോട് കൂടെയും ഈ ഒരു കളി ആ വ്യക്തി കളിക്കാൻ പാടില്ല. അതിനു വേണ്ടി യൂണിവേഴ്സ് ഇടപെടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്ത് കോൺഫ്ലിക്റ്റ് ആണോ നടന്നുകൊണ്ടിരിക്കുന്നത്, ഡ്രാമ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട. ആരാണോ നിങ്ങൾക്കെതിരെ പ്ലാനിങ് ചെയ്ത് ഈ ഒരു കളി കളിക്കുന്ന അവരുടെ ആ ഒരു കളി യൂണിവേഴ്സ് അവസാനിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ ആ ഒരു പ്ലാനിങ്ങിൽ നിങ്ങൾ വിശ്വസിക്കൂ, യൂണിവേഴ്സിൻ്റെ ആ ഒരു പ്ലാനിങ്ങിൽ നിങ്ങൾ വിശ്വസിക്കൂ. ഈ ഒരു വരാൻ പോകുന്ന ദിവസം ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ ഉപദേശിക്കുകയാണ്, ഇന്നതുപോലെ നിങ്ങൾ ലൈഫിൽ ചെയ്യൂ അങ്ങനെയൊക്കെ പറഞ്ഞ്, അങ്ങനെ ആരെങ്കിലും ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉപദേശം നിങ്ങൾ ഒരിക്കലും കേൾക്കരുത്. കൂടാതെ എന്തെങ്കിലും ഡോക്യുമെൻ്റ്, എന്തെങ്കിലും ഒരു പേപ്പർ ഒപ്പിടുന്നതിന് മുമ്പ് നിങ്ങൾ കൂടുതലൊന്ന് ശ്രദ്ധിക്കുക. അതായത് എന്ത് ഡോക്യുമെൻ്റ് സൈൻ ചെയ്യുന്നുണ്ടെങ്കിലും 10 പ്രാവശ്യമെങ്കിലും നിങ്ങളത് വായിക്കുക. എന്ത് കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യുക. അതായത് ഒരു അന്വേഷണം ഇല്ലാതെ ഒന്നിൽ ഒപ്പിടാനോ ഒന്നിനും പോകരുത് നിങ്ങൾ. അതായത് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു, ഇത് ചെയ്തത് ശരിയാണ് എന്നുള്ള, അങ്ങനെ മാത്രം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം സൈൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യാതെ തന്നെ സഡനായിട്ടൊരു സന്തോഷം നിറഞ്ഞൊരു പരിവർത്തനം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ദൈവമേ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ നല്ല കർമ്മം ചെയ്തു, അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ എനിക്ക് ഇത്രയും നല്ല ഒരു പരിവർത്തനം ഉണ്ടായത് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. ഇവിടെ നമ്പർ 55 കണ്ടിട്ട് ഇനി നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും സ്വന്തമാക്കും, ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമാകും, അങ്ങനെ ഒരു പേടിയും നിങ്ങൾക്ക് വേണ്ട. ഇനി എല്ലാ കാര്യങ്ങളും ശരിയായിട്ടാണ് പോകുന്നത് നിങ്ങളുടെ. അപ്പോൾ നിങ്ങൾ ഒന്ന് റിലാക്സ് ആവുക, ശാന്തമായിട്ടിരിക്കുക, ബിലീവ് ചെയ്യുക ഈശ്വരനിൽ, എല്ലാം ശരിയായിട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങളുടെ ഹൃദയം ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. ആ ഒരു പേടി നിങ്ങൾ മാറ്റുക, കാരണം ഓവറായിട്ട് നിങ്ങൾ പേടിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിലാക്സ് ആവണമെന്ന്. ഇത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങളുടെ ലൈഫ് വളരെ നല്ലതായിട്ടാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്. നല്ലൊരു ലൈഫ് ജീവിക്കുക, ഒരു ടെൻഷനും കൂടാതെ, അങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫ്. ഇവിടെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നല്ലതായിട്ട് നിങ്ങൾ നിറവേറ്റുക, നല്ല രീതിയിൽ ജീവിക്കുക, അതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇനി സമയാസമയം നിങ്ങളുടെ ലൈഫിൽ നല്ല പരിവർത്തനങ്ങളായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ആൾക്കാർ ഭയങ്കരമായിട്ട് നിങ്ങളിൽ ആകൃഷ്ടരാകും. നിങ്ങളുടെ ആ ഒരു വസ്ത്രധാരണ രീതി തന്നെ മാറും. നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിയെ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നോക്കും. ഇനി ചില പേഴ്സണാലിറ്റികൾ എങ്ങനെയാണ്, മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ടൊരു ആകർഷണം തോന്നും അവരിൽ. ഇവർ ഒരു പ്രാവശ്യം നോക്കിയിട്ട് വീണ്ടും അവരെ തന്നെ നോക്കും, അങ്ങനെ ഒരു ആകർഷണം നിങ്ങളിൽ ഉണ്ടാകും. അതായത് ആൾക്കാർ നിങ്ങളെ കോപ്പി ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും നിങ്ങളുടേത്. ഇനി
ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സണൽസ് നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിക്കാറില്ലേ, അവർക്ക് എന്തെങ്കിലും ഒരു ആകർഷണമുണ്ടാകും. അപ്പോൾ ആൾക്കാർ അവരെ നോട്ടീസ് ചെയ്യും. അതേപോലെ ആയിരിക്കും ഇനി നിങ്ങളെ നോട്ടീസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ആകർഷണം നിങ്ങൾക്കും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്കൊരു അപ്രീസിയേഷൻ ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. നിങ്ങളുടെ എന്തോ ഒരു കാര്യം ആൾക്കാർ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്രീസിയേഷൻ തരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളൊരു ഐഡിയലായി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മറ്റുള്ളവർക്ക് നിങ്ങളൊരു ഐഡിയലായി മാറുക തന്നെ ചെയ്യും. ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്താ പറയേണ്ടത്? അത്രമാത്രം സന്തോഷം നിങ്ങൾക്ക് ഫീലാകും നിങ്ങളെ ഓർത്ത്. ഇവിടെ നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റിന് ഒന്നും തന്നെ സംഭവിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഒരു കൺഫ്യൂഷൻ്റെയും കാര്യമില്ല. നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നടക്കുക തന്നെ ചെയ്യും. ഇവിടെ കുറേ നാളായിട്ട് നിങ്ങളൊരു വേദന സഹിക്കുന്നുണ്ട്. ആ ഒരു വേദനയിൽ നിന്നൊരു മുക്തി നിയറിൽ നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു വേദന നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നില്ല, ഭയങ്കരമായിട്ടുള്ളൊരു വേദനയാണ്. അപ്പോൾ അതിൽ ഒരു മുക്തി നിങ്ങൾക്ക് നിയറിൽ ഉണ്ടാകും. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചർ നിങ്ങളെ വലിയൊരു പൊസിഷനിൽ എത്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തോ വലിയൊരു സന്തോഷം നിങ്ങൾക്ക് കൊണ്ടു തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയവും ഈ ഒരു യൂണിവേഴ്സും നിങ്ങളുടെ കൂടെയാണ് ഉള്ളത്. അപ്പോൾ യൂണിവേഴ്സും ഈ ഒരു സമയവും നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രദാനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. സന്തോഷമായിട്ടിരിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.